സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ എല്ലാവർക്കും അറിയിക്കുന്നു. അതുപോലെ കഴിഞ്ഞ ഒരു രാത്രികാലം നമ്മളെ കർത്താവ് പരിപാലിച്ചു. പുതിയ പ്രഭാവത്തിലായപ്പോൾ കർത്താവ് നമ്മളെ പരിപാലിച്ച വൻ കൃപകൾക്കായി നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മൾ സന്തോഷമുള്ളവർ എപ്പോഴും ലീലിയായി സ്തോത്രം പറയും. എന്തോരം ഹല്ലേലൂയായും സ്തോത്രം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുക. അത് ഏറ്റവും സന്തോഷിക്കുന്ന ഒരാളുണ്ട് നമ്മുടെ കർത്താപ്പച്ചന്. കർത്താപ്പച്ചൻ്റെ കാര്യങ്ങളിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ്. 5-ാം അധ്യായം ആസ്പദമാക്കിയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതൊരു ഗിരിപ്രഭാഷണമാണ്. നമ്മുടെ കർത്താപ്പച്ചൻ്റെ ഗിരിപ്രഭാഷണമാണ്. അവൻ ജനസമൂഹത്തെ കണ്ടപ്പോൾ, ഒരുപാട് ആൾക്കാരെ കണ്ടപ്പോൾ ഒരു മലയിലേക്ക് കയറി അവിടെ ഇരുന്നു. ഒരുപാട് ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോൾ യേശു അപ്പച്ചന് മലയിലേക്ക് കയറി അവിടെ ഇരുന്നു. അപ്പോൾ ശിഷ്യന്മാർ അടുക്കൽ വന്നു. അപ്പം 12 ശിഷ്യന്മാരെ കർത്താപ്പച്ചൻ തിരഞ്ഞെടുത്തു. അവരെപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. തിരുവായ് മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഉണ്ടോ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്താ ഉള്ളത്? സ്വർഗരാജ്യം അവർക്കുള്ളത്. പിന്നെ അടുത്തത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം ലഭിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരിക്കുമല്ലോ. ഇപ്പം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അപ്പം നമ്മൾ എന്നും ദുഃഖിച്ചിരിക്കാൻ കർത്താപ്പച്ചൻ ആഗ്രഹിക്കുന്നില്ല. ദുഃഖത്തിനൊരു സന്തോഷവും ആശ്വാസവും ഒക്കെ ഉണ്ട്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ചിലരായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ആ വ്യക്തിത്വ വരുവാൻ നോക്കുമ്പോൾ വളരെ സൗമ്യതയോടുകൂടിയൊക്കെ സംസാരിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്കായി വിശുന്ന ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ സംതൃപ്തരാകും. നമുക്ക് ഓരോ കാര്യം ചെയ്യുമ്പോൾ ഒരു തൃപ്തി വരിക, അതൊരു വലിയൊരു അനുഗ്രഹമല്ലേ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കേട്ടോ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ള ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ കരുണ, കൃപ, നീതി, വിശുദ്ധി ഇതെല്ലാം ദൈവത്തമ്പുരാൻ നമുക്ക് നൽകി തരുന്ന കാര്യങ്ങളാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനത്താൽ നിറയ്ക്കാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. അപ്പോൾ ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഇതിനകത്ത് 2 പ്രാവശ്യം പറയുന്നുണ്ട്. സ്വർഗരാജ്യം ആത്മാവിൽ ദരിദ്രരായവർ, അവർക്ക് സ്വർഗരാജ്യം ഉണ്ട്. അതേപോലെ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്ക് ഉള്ളതാകുന്നു. ഇനി, ഞാൻ നിമിത്തം നിങ്ങളെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും നിങ്ങൾക്കെതിരെ സകലവിധ തിന്മകളും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാവുന്നത് കൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുക. നമുക്ക് സ്വർഗത്തിൽ കർത്താപ്പച്ചൻ്റെ സന്നിധിയിലും പ്രതിഫലം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കുന്നവർ ഹല്ലേലൂയ സ്തോത്രം എത്ര പറയാവോ അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചല്ലോ. ഇനി, സ്വാദ് നഷ്ടപ്പെട്ട ഉപ്പിൻ്റെ കാര്യമാണ്. ഉപ്പ് നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ആ കറിക്കകത്ത് ഇച്ചിരി ഉപ്പൊക്കെ ചേർക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് വരും. ഉപ്പ് കുറഞ്ഞു പോയാലോ ഇത് നമ്മളൊരു തോരൻ വെക്കുക, അല്ലെങ്കിൽ മീൻ കറി വെക്കുക, ഇറച്ചിക്കറിയൊക്കെ വെക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മളതിനകത്ത് ഉപ്പ് ചേർക്കും. അത് കറക്റ്റായിട്ട് വന്നു കഴിയുമ്പം അതിന് പ്രത്യേക ഒരു സ്വാദ് കാണും. അപ്പം ഉപ്പ് കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സ്വാദും കാണത്തില്ല. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിന് സ്വാദ് നഷ്ടപ്പെട്ടു പോയാൽ ഏതിനാൽ അതിന് ഉപ്പ് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുന്നതല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളത്തില്ല. ഇനി അടുത്തത് ഒരു ഉപമയും കൂടെ ഉണ്ട്. തണ്ടിന്മേൽ വെച്ച വിളക്ക്. ഇപ്പം നമ്മളൊരു വിളക്കൊക്കെ കത്തിച്ച്, അല്ലെങ്കിൽ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് എളുപ്പത്തിലുള്ള ഒരു പുറത്ത് വെച്ച് കഴിയുമ്പോഴത്തേന് ആ പ്രകാശം ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു ടോർച്ചോ അല്ലെങ്കിൽ ടോർച്ച് നമ്മൾ തെളിച്ച് വെക്കത്തില്ല, എമർജൻസിയൊക്കെ ഒരു പൊക്കത്തിലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേന് എല്ലായിടത്തും ഒരു പ്രകാശം ലഭിക്കും. തണ്ടിന്മേൽ വെച്ച വിളക്ക്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണത്തിന് മറിഞ്ഞിരിക്കാൻ കഴിയുകയില്ല. ഒരു ഇരുട്ടുള്ള ഒരു മുറിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത തോന്നും. പക്ഷേ അവിടെ ഒരു വെളിച്ചം ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. വിളക്ക് കത്തിച്ച് ആരും പറയുടെ കീഴിൽ വെക്കാറില്ല, പിന്നെയോ തണ്ടിന്മേൽ എത്ര വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുകയും ഒരു സമാധാനത്തിൽ നിറയ്ക്കുകയൊക്കെ ആ ഭവനം വളരെ സന്തോഷമായിട്ട് പോകും.
അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിൻ്റെ മഹത്വപ്പെടുത്തേണ്ടത് നിങ്ങളെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഈ മെസ്സേജ് കേട്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതാണ് നമ്മളൊരു വാക്യമുണ്ട്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് വരുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അപ്പം നമുക്ക് സഹായം ലഭിക്കുന്ന ആരിൽ നിന്നാണ്? കർത്താവിൽ നിന്നാണ്. കർത്താവ് ആരാണ്? വെളിച്ചം നമുക്ക് നൽകി തരുന്ന ആളാണ്. കൃപ, കരുണ, എല്ലാം, സമാധാനം എല്ലാം അവിടെ ഉൾക്കൊണ്ടുന്ന ഒരാളാണ് നമ്മുടെ കർത്താപ്പച്ചൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളോ ഒക്കെ ഈ സുവിശേഷ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിക്കണം. അത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് വളരെ അനുഗ്രഹമായിരിക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.